സഖ്യസത്യം അമൃതാനന്ദാത്മികാമീശ്വരേ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പര സദസ്മൃതിപുരാണാനാം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം സത്ഭാഷ്യകൃതോ വന്ദേ വന്ദോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേവേ മൂർത്തിഭേ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ. അധ്യായം 2 9 സ യഥോർണനാഭിസ്തന്തുനോച്ചരേത് യഥാഗ്നേ ക്ഷുദ്രാവിസ്ഫുലിംഗാ വിചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി വിചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാം ഏഷ സത്യം. പറഞ്ഞെന്താണ്? പരാത്മൈവ ജഗതഃ കാരണം പരം. ജഗത്തിന്റെ പരമമായ കാരണമായിരിക്കുന്നത് പരമാത്മൈവ, പരമാത്മാ തന്നെയാണ്. പരാത്മൈവ അതിന് പറഞ്ഞു ബ്രഹ്മണ്യസ്തമിതേ അത്യർത്ഥം ജഗത്യസ്മിന്നശേഷിത ജഗത് പ്രസൂതു കോഹേതു തദന്യ അവ്യതിരേകത. ലോകമെല്ലാം അസ്തമിതമായി മറഞ്ഞുപോയി. എവിടെ? ബ്രഹ്മണി തന്നിൽ തന്നെ എല്ലാം മറഞ്ഞത്. ഇവിടെ മറ്റെന്താ ഒരു കാരണം പറയാൻ? ആ പരമാത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അസ്തീശോ വ്യതിരിക്തേന പ്രവർത്തിതഃ ജഗൻ നിർമ്മിനിയാത് ഏത സദസ്യ സർവദാനക്യം. ഇവിടെ സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന് ചിലർ പറയുന്നു. അതിനെ നിഷേധിക്കുന്നു. സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ഈശ്വരൻ? ഇവിടെ പറയുന്ന പരാത്മൈവ ജഗത കാരണം പരം. ആ പരാത്മാവിനെയാണോ പറയുന്നത്? അതേ പരാത്മാവിൽ നിന്ന് വേറെയാണ്.
ഇവിടെ സർവ്വജഗത്തും അസ്തമിച്ചിരിക്കുന്ന ആ പരാത്മാ, അവിടെ മറ്റൊന്നുമില്ല. അതിന് നമുക്ക് അങ്ങേയറ്റം പറയാം, എങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്ന് പറയാം. അവിടെ വേറൊന്നുമില്ലല്ലോ, ഞാനില്ല, എന്റേതില്ല, ഈ ദ്വൈതങ്ങളൊന്നുമില്ല, സൃഷ്ടികർത്താവില്ല, അവിടെ ഒന്നുമില്ല. അത് നിർഗുണ ബ്രഹ്മം, അതങ്ങനെ സൃഷ്ടിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് ഈ സൃഷ്ടിക്കപ്പെട്ട ഈ ജീവനിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനെ സ്വീകരിക്കും. മൂന്നാമതൊരാള് തടസ്ഥ ഈശ്വരൻ എന്ന് പറയും. തടസ്ഥം എന്ന് വെച്ചാൽ അതിൽ നിന്നും മാറിയിരിക്കുന്നു. ഈ പരബ്രഹ്മത്തിൽ നിന്നും മാറി ഒരു ഈശ്വരൻ. അങ്ങനെ ഒരാളാണോ സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നു? ഈ പറയുന്ന പരബ്രഹ്മം നിർഗുണം, അതിനകത്ത് മറ്റ് യാതൊരു ക്രിയകളും കർമ്മങ്ങളും ഒന്നും തന്നെ നടക്കുന്നില്ല. ജ്ഞാന ഇച്ഛാദികളൊന്നും അതിലില്ല. മനസ്സും വാക്കും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ അതൊക്കെ എങ്ങനെ അവിടെ ഊഹിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് അതിന് സൃഷ്ടിക്കുന്നതിനുള്ള സാമർഥ്യം ഇല്ലാത്തതുകൊണ്ട് വേറൊരു ഈശ്വരൻ, അതിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരൻ എന്ന് കരുതിയാലോ സൃഷ്ടിക്കുന്നത്, അത് ശരിയല്ല. അസ്തീശോ വ്യതിരിക്തശ്ചേ സ്വവിക്കേന പ്രവർത്തിതഃ ജഗൻ നിർമ്മിനിയാ. ശരി, അങ്ങനെ ഒരു ഈശ്വരൻ വേറിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ എന്തിന്റെ പ്രേരണയാലാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത്? ഈശ്വരന് പ്രേരകമായി എന്തെങ്കിലും ഉണ്ടോ? ഈശ്വരന് പ്രേരകമായി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നു. പറയുന്നില്ല, ഈശ്വരന് പ്രേരകമായി ഒന്നുമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ പൂർണ്ണനാണ്, സർവൈശ്വര്യയുക്തനാണ്, സദാ സൃഷ്ടിക്ക് സമർത്ഥനാണ്. ഒരു നിമിത്തത്തെ അപേക്ഷിക്കുന്നില്ല. ഒരു നിമിത്തത്തെ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, സൃഷ്ടിക്കൊരു നിമിത്തമില്ലെങ്കിൽ ഇടയ്ക്ക് സൃഷ്ടി നിന്നു പോവുക, വീണ്ടും സൃഷ്ടി സംഭവിക്കുക, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? കാരണം നിമിത്തമില്ല. ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ തളർന്നു കഴിഞ്ഞാൽ ജോലി മതിയാകും എന്നുവെച്ചാൽ അത് ഒരു നിമിത്തമാണ്. അത് കഴിഞ്ഞ് നല്ല ഉന്മേഷം വരുമ്പോൾ അതൊരു നിമിത്തമാണ്, വീണ്ടും സൃഷ്ടി ആരംഭിക്കും. എനിക്ക് സൃഷ്ടിക്കുന്നതിനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, ശേഷിയുണ്ട്. പക്ഷെ സൃഷ്ടിയിൽ ഇങ്ങനെ ഒരു വിരാമം, വീണ്ടും സൃഷ്ടി, ഇതിങ്ങനെ കാണുന്നുണ്ട്. ആണല്ലോ, സുഷുപ്തിയിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജാഗ്രതത്തിൽ വീണ്ടും സൃഷ്ടി വന്നു, വീണ്ടും സുഷുപ്തിയിൽ പോയി ഇല്ലാതെ വന്നു, വീണ്ടും ജാഗ്രതത്തിൽ വന്ന് സൃഷ്ടി വന്നു. അപ്പോൾ ഒരു വിരാമം, സൃഷ്ടിയുടെ ഒരു അവസാനം കാണുന്നു, വീണ്ടും തുടങ്ങുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു നിമിത്തം ഉണ്ടായാലേ പറ്റും. അത് ഈശ്വരന്റെ സഹജം ആണ്. സഹജമാണെങ്കിൽ അതിന്റെ പ്രത്യേകത, അതിന് മാറ്റം വരാൻ പാടില്ല, തുടർന്നുകൊണ്ടേയിരിക്കണം. ഉദാഹരണം, അഗ്നിയുടെ സഹജമായ സ്വഭാവമാണ് ഉഷ്ണം. അതെപ്പോഴെങ്കിലും അതിൽ നിന്ന് മാറി ഇരിക്കാറുണ്ടോ? കുറച്ച് സമയം ഞാൻ ഉഷ്ണിക്കുന്നില്ല, കുറച്ച് സമയം ഞാൻ പ്രകാശിക്കുന്നില്ല. അത് കഴിയില്ല, കാരണം അതതിന്റെ സ്വഭാവമാണ്. അത് ഏകരൂപത്തിലേയിരിക്കും, സ്വഭാവത്തിന് മാറ്റം വരത്തില്ല.
ഒരേ രൂപത്തിലിരിക്കും. അപ്പോൾ ഇവിടെ സൃഷ്ടി കാണുന്നതല്ല, അത് നിന്നു പോകുന്നു, വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും നിൽക്കുന്നു. അപ്പോൾ എന്തോ ഒരു നിമിത്തം അതിന് വേണം. ഈശ്വരനെ കൊണ്ട് സൃഷ്ടി ചെയ്യിക്കുന്ന നിമിത്തം, സൃഷ്ടിയെ അവസാനിപ്പിക്കുന്ന നിമിത്തം എന്തെങ്കിലും വേണം. സ്വഭാവം എന്ന് പറയാൻ വയ്യ. സ്വഭാവമാണെങ്കിൽ ഒന്നുകിൽ സൃഷ്ടി അല്ലെങ്കിൽ സംഹാരം, രണ്ടിലേതെങ്കിലും ഒന്ന്. സൃഷ്ടിക്കുന്നില്ല, അതാണ് സ്വഭാവം, ഒന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ സൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിപ്രളയങ്ങൾ ഇതിന് നിമിത്തം പറയേണ്ടി വരും. അപ്പോൾ പറയുന്നു, അതിനൊരു നിമിത്തം എന്തെങ്കിലും പറയുക. പ്രാണികളുടെ കർമ്മമൊന്നോ, ഓരോരുത്തർ കർമ്മം അനുസരിച്ച് അനുഭവിക്കാൻ ഉള്ള കർമ്മങ്ങളുണ്ടെങ്കിൽ സൃഷ്ടിക്കും, അനുഭവിക്കുന്നതിനുള്ള കർമ്മമൊന്നുമില്ലെങ്കിൽ സൃഷ്ടിക്കത്തില്ല. അപ്പോൾ കർമ്മത്തെ ആശ്രയിച്ച് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പരതന്ത്രനായി. ഈശ്വരന് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പ്രാണിയുടെ കർമ്മത്തെ നോക്കണം, സൃഷ്ടിക്കാറായോ, പ്രാണിയുടെ കർമ്മങ്ങളുടെ ആവശ്യമനുസരിച്ച് സൃഷ്ടിച്ചു കൊടുക്കേണ്ടി വരും. പരാധീനനായി, കർമാധീനനായി പോയി ഈശ്വരൻ. അതുകൊണ്ട് അങ്ങനെ ഒരു നിമിത്തത്തെ സ്വീകരിച്ചാൽ ഈശ്വരൻ സർവൈശ്വര്യൻ അല്ലെന്ന് വരും. ഈശ്വരനും ചില ബാധ്യതകളും കടമകളും ചില കടപ്പാടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് ചെയ്യുന്നതെന്ന് വരും. യുക്തിയനുസരിച്ച് വിളിച്ചു നോക്കിയാണ്. വെറുതെ ഈശ്വരൻ അങ്ങ് സൃഷ്ടിച്ചു എന്ന് സ്വീകരിച്ചാൽ മതി. അല്ല, ഇത് സർവൈശ്വര്യ സമ്പന്നനായിരിക്കുന്ന ഈശ്വരന്റെ സ്വഭാവം തന്നെ അങ്ങ് സൃഷ്ടിക്കുക. അല്ലെങ്കിൽ ഇതിന് ഒരു വിരാമം വരത്തില്ല, ഇത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സൃഷ്ടി അവസാനിച്ച് ആ ഏകാന്തതയിൽ അവിടെ ഒരു സൃഷ്ടിയില്ല. വീണ്ടും ഇവിടെ ജാഗ്രതത്തിൽ, സ്വപ്നത്തിൽ സൃഷ്ടി വരുന്നു. ഇതൊരു ഈശ്വര സൃഷ്ടിയല്ല എന്നാണ്. സ്വതസ്ഥേ സർവദാനയ്ക്കും, ഈശ്വരന്റെ സ്വഭാവമാണത്. സ്വയം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സർവദാ എന്തുകൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നില്ലെന്ന് വെച്ചാൽ സൃഷ്ടിക്കൊരു വിരാമം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഈശ്വരനെ സൃഷ്ടികർത്താവായി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. ഐശ്വര്യം പാരതന്ത്രം ച നാപി സംഭാവ്യതേ മിതേ. ഈശ്വരൻ സർവൈശ്വര്യയുക്തനായിരിക്കുന്നതുകൊണ്ട് സൃഷ്ടിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുക. പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നിർത്തുന്നു, ചിലപ്പോൾ വീണ്ടും ആരംഭിക്കുന്നു. രണ്ടിനെ അംഗീകരിക്കാൻ എന്താ കുഴപ്പം? എന്തായാലും സൃഷ്ടിക്കുന്നതിന് ശേഷിയില്ലാതെ പറ്റത്തില്ല. നിർത്തുന്നതിനൊരു നിമിത്തമുണ്ട്, പ്രാണികർമ്മം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതിനനുസരിച്ച് എന്ന് പറഞ്ഞാലോ അതെല്ലാം നമുക്ക് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ജീവന്മാരെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ പറയാം. നമ്മളങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രവൃത്തി ഇഷ്ടമുണ്ടെന്ന് ചെയ്യും, അല്ല അത് വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കും. ഉന്മേഷം വന്നാൽ ചെയ്യും, തനിക്ക് വേണ്ടി ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും. ഇതൊക്കെ ജീവന്മാരെ സംബന്ധിച്ച് ശരിയാണ്. ഇതൊക്കെയാണോ ഈശ്വരന്റെ സ്വഭാവമെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്താ വ്യത്യാസം? ഈശ്വരൻ വലിയ കാര്യം ചെയ്യുന്നു, ജീവൻ ചെറിയ കാര്യം ചെയ്യുന്നു, ഇത്രയൊരു വ്യത്യാസം. രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. ജീവനെ പോലെ തന്നെ വരും. സർവൈശ്വര്യ യുക്തനായിരിക്കുന്ന ഈശ്വരൻ പാരതന്ത്ര്യം കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമാണ്. അത് ഒരിടത്ത് യോജിക്കത്തില്ല. അങ്ങനെ ഒരു ആളിനെ, പരതന്ത്രനായ ഒരാളിനെ
സർവൈശ്വര്യയുക്തനായി എങ്ങനെ അംഗീകരിക്കും? അതുകൊണ്ട് പ്രാണി കർമ്മ വശാ സൃഷ്ടി എന്നെല്ലാം സാധാരണ പറയാറുണ്ട്. ഇതൊക്കെ അദ്വൈതത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഓരോരോ സന്ദർഭങ്ങളുണ്ട്. ജന്മാദ്യസ്യത അവിടെയൊക്കെ പറഞ്ഞ ഈശ്വരൻ നിന്നാണ് സൃഷ്ടി പറയുന്നത്. അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തമ്മിൽ വിരുദ്ധമല്ല. ഒരു ചിന്താരീതി അനുസരിച്ച് അങ്ങനെ പറയുന്നു, പിന്നെ അതിൽ വരുന്ന പോരായ്മകളെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെ പരിഷ്കരിക്കുന്നു, അതിനെ കൂടുതൽ തെളിവിട്ടതാക്കി തീർക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത്രയും കാലം ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് കേട്ടിട്ട് ഇപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വിരുദ്ധമല്ല പറയുന്നത്. മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ആ പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ആ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ തലകുലുക്കി സമ്മതിച്ചോ അത് കേമമാണ്. പക്ഷെ നമ്മളറിയാതെ ചില ന്യൂനതകൾ അതിൽ കടന്നുകൂടിയിരുന്നു. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു തരത്തിൽ പറയുന്നത്. അതിലൂടെ ആശയക്കുഴപ്പത്തിന്റെ കാര്യമൊന്നും ഇല്ല. സർവൈശ്വര്യയുക്തനാണ് ഈശ്വരനെങ്കിൽ ഈശ്വരനിൽ അതിന് വിരുദ്ധമായൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ വയ്യ. പാരതന്ത്ര്യം, അത് മിതേഹേ നാഭി സംഭാവ്യതേ, അത് ഈശ്വരന് സംഭവിക്കാൻ വഴിയില്ല, സാധ്യമല്ല. എന്നാ പറയുന്നു ഈശ്വരനെ വിടുക. ഈശ്വരനെ വിട്ടു ബ്രഹ്മത്തിനെ സൃഷ്ടിക്കാൻ വയ്യ. നിർഗുണം സർവേശ്വരയുക്തനായ ഒരു ഈശ്വരൻ അതിനും പറയുന്നതനുസരിച്ച് സൃഷ്ടിക്കാൻ വയ്യ. ഐശ്വര്യവും പാരതന്ത്ര്യവും കൂടി ചേരത്തില്ല. സൃഷ്ടി കാണുന്ന ഇത് രണ്ടുമാണ്. ശരി, എന്നാൽ നാപിക്കാര്യം വിലീനത്വ സ്വാത്മോത്പത്തോ പ്രവർത്തതേ. എന്നാ ഈ സൃഷ്ടി ഇത് തന്നെ ഇതിനെ സൃഷ്ടിച്ചു എന്നെടുത്താലും വേറെ ഒന്നും വേണ്ട, ഇത് തന്നെ സൃഷ്ടിച്ചു. സൃഷ്ടി തന്നെ സൃഷ്ടിച്ചു. നമ്മളതാ കാണുന്നത്. ഇവിടെ ഒരു വൃക്ഷം കാണുന്നു, അതിൽ നിന്ന് വിത്തുണ്ടാകുന്നു, വിത്തിൽ നിന്ന് പിന്നെ വൃക്ഷം ഉണ്ടാകുന്നു. സൃഷ്ടിയിലാണ് സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിയിൽപ്പെട്ട ആളാണ് കുലാലൻ, കൊടുത്ത ഉണ്ടാക്കുന്നത്. അവൻ സൃഷ്ടിയിൽപ്പെട്ടതാണ് മണ്ണ്, സൃഷ്ടിയിൽപ്പെട്ടതാണ് കമ്പും വടിയും സാധനങ്ങളും എല്ലാം. അപ്പോൾ ആ സൃഷ്ടിയിൽ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ സൃഷ്ടി തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം? നമ്മൾ ഭൗതികമായി അന്വേഷിക്കുന്ന അതാണ്. ഈ സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് സൃഷ്ടിയിൽ അന്വേഷിക്കുന്നു. സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് സൃഷ്ടിയിൽ തന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ? സൃഷ്ടിക്ക് കാരണം സൃഷ്ടി തന്നെ എന്നൊരു ബുദ്ധിയല്ലേ അതിന്റെ പിന്നിലുള്ളത്. കരുതുന്നത് എന്താണോ? ഈ സൃഷ്ടി ഒരു കാര്യമാണ്, ഈ സൃഷ്ടിക്ക് പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും. ഈ സ്ഥൂലമായ കാര്യത്തിന് പിന്നിൽ സൂക്ഷ്മമായ ഒരു കാരണം. അപ്പോൾ അതിനെ കണ്ടുപിടിക്കും. അത് പരമാണുവാണോ, അതിനും സൂക്ഷ്മമായ എന്തെങ്കിലും തന്മാത്രകളാണോ? അതിനാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. സൃഷ്ടിയിൽ ഉള്ള സൃഷ്ടി കാരണത്തെ അന്വേഷിക്കുക, കണ്ടെത്തുക. ആ ഭൗതികവാദം അതാണ് പറയുന്നത്. സൃഷ്ടി തന്നെ സൃഷ്ടിയുടെ കാരണമായി സ്വീകരിച്ചാലോ? പക്ഷെ ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ സൃഷ്ടി ഇല്ലാതിരുന്ന ഒരവസ്ഥയുണ്ട്. ഭൗതികമായി നോക്കുമ്പോൾ അതില്ല. ബാഹ്യമായി നോക്കുമ്പോൾ ഈ സൃഷ്ടി ഒരു രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിൽ എപ്പോഴും ഉണ്ട്. ഈ സൃഷ്ടി പണ്ട് ഏതോ ഒരു രൂപത്തിലായിരുന്നു, തന്മാത്രകളുടെ രൂപത്തിലായിരുന്നു, പരമാണുക്കളുടെ സംഘാതമായിരുന്നു.
പിന്നെ അതിങ്ങനെ വിപുലമായി ഒരുപാട് മാറ്റങ്ങൾ വന്നു. സൂര്യനായി, ചന്ദ്രനായി, ഭൂമിയായി, കരയായി, വെള്ളമായി, പ്രാണികളായി, അതിൽ പരിണമിച്ച് മനുഷ്യനായി. ഇങ്ങനെ സൃഷ്ടിയിൽ നോക്കുമ്പോൾ സൃഷ്ടി അനാദിയായി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് സൃഷ്ടി നോക്കുമ്പോൾ തന്നിലേക്ക് നോക്കിയാലോ സൃഷ്ടിയില്ലാത്ത ഒരവസ്ഥയാണ്. അല്ല, സൃഷ്ടിയിൽ നോക്കിയിട്ട് കാര്യകാരണങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് അനാദിയാണെന്ന് അനന്തമാണെന്നൊക്കെ നിശ്ചയിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവന്റെ, സൃഷ്ടിയെക്കുറിച്ച് പരിശോധിക്കുന്നവന്റെ, സൃഷ്ടിയിലെ കാര്യകാരണ ബന്ധത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സൃഷ്ടിയുടെ കാരണത്തെ സ്വാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ പരിശോധിക്കണ്ടേ? സൃഷ്ടിയില്ലാതിരുന്ന ഒരനുഭവം, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടല്ലോ. എന്നുവെച്ചാൽ ഈ കാര്യകാരണ പഠനം നടക്കാത്ത ഒരു തലം, അതാണ് സുഷുപ്തി. അവിടെ ഇങ്ങനൊരു പഠനം സമ്പ്രദായമേ നടക്കുന്നില്ല. അതിനെ നമുക്ക് പറയാം എന്താണ് ഈ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്ന് പറയും. കാരണം അത് കഴിഞ്ഞാണല്ലോ ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിയിൽ കാര്യകാരണങ്ങളെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ അന്വേഷണം, ഈ അനുഭവം തുടങ്ങുന്നതിന് മുമ്പ്, സൃഷ്ടിയെക്കുറിച്ചുള്ള അനുഭവം തുടങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ ചെയ്യും? അവിടെ സൃഷ്ടിയുടെ കാരണത്തെ ഈ രീതിയിൽ അങ്ങനെ അന്വേഷിക്കും, കണ്ടെത്തും. അതിന് സമാനം പറയുന്നു. കാരണം നമ്മൾ അനുഭവത്തെ പ്രമാണമാക്കിയിരിക്കുകയാണ്. പറയുന്നത് ഞാൻ എൻ്റെ അനുഭവം അനുസരിച്ചാണ് ചിന്തിക്കുന്നു. അല്ല അവിടെ ശ്രുതിയോ അനുമാനമോ ഒന്നുമല്ല, പ്രത്യക്ഷമായ അനുഭവം. സൃഷ്ടി പ്രത്യക്ഷമായ അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്ക് മുമ്പും എനിക്ക് പ്രത്യക്ഷമാണ്. ഈ സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ അനുഭവത്തിന് മുമ്പൊരവസ്ഥ, അതും പ്രത്യക്ഷമാണ്. അവിടെ എങ്ങനെ ഈ പരീക്ഷണം നടത്തും? എങ്ങനെ ഈ അന്വേഷണം നടത്തും? അവിടെ ഈ അന്വേഷണം നടത്താൻ സാധ്യമല്ലെങ്കിൽ ഈ ജാഗ്രതത്തിലെ സൃഷ്ടിയിലെ മാത്രം അന്വേഷണവും പഠനവും കൊണ്ട് സൃഷ്ടിയുടെ കാരണത്തെ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? കഴിയില്ല. അത് പാക്ഷികമല്ലേ. പക്ഷപാതം പാടില്ലല്ലോ. സത്യം അറിയാനല്ലേ ശ്രമിക്കുന്നു. അവിടെ പക്ഷപാതം പാടില്ല. നാഭി കാര്യം വിലീനത്വ, അവിടെ കാര്യങ്ങളെല്ലാം വിലീനമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ ഇത് തന്നെ സ്വാത്മോത്പത്തു പ്രവർത്തനം, ഈ സൃഷ്ടി തന്നെ സ്വയം സൃഷ്ടിക്കുന്ന എങ്ങനെ അവിടെ നടക്കും? സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സൃഷ്ടി ആ കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ സുഷുപ്തി എങ്ങനെയാണ് സ്വാത്മത്വം, ഈ കാര്യോത്പത്തിയിൽ അത് പ്രവർത്തിക്കുന്നത്? അവിടെ ഇല്ലല്ലോ. കാര്യോത്പത്തിയിൽ കാര്യസ്വയം എങ്ങനെ പ്രവർത്തിക്കും? ഇവിടെ പറയാണ് സൃഷ്ടി നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യമല്ല. നിർഗുണം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഭിന്നനായ ഒരു ഈശ്വരനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. കാരണം സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരനിൽ പാരതന്ത്ര്യം കൂടി ഉണ്ടായാലേ സൃഷ്ടിയും പ്രളയവും രണ്ടും നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ സൃഷ്ടി ഏകരൂപത്തിലായിരിക്കണം. ഇനി സൃഷ്ടി പെട്ടതെല്ലാം, ജീവനുൾപ്പെടെയുള്ളതെല്ലാം ഇത് തന്നെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടിക്ക് മുമ്പൊരവസ്ഥയുണ്ട്. അവിടെ നിന്ന് ഈ സൃഷ്ടി എങ്ങനെ ആരംഭിക്കും? അവിടെ ഇതുണ്ടായിരുന്നില്ല. ഭൗതികമായ സൃഷ്ടിക്കൊരു സമാധാനം, അതും ശരിയാകത്തില്ല.
ആധ്യാത്മികമായി സൃഷ്ടിക്കൊരു സമാധാനം, ഈശ്വരൻ, ബ്രഹ്മം, അത് ശരിയാകത്തില്ല. പിന്നെ സൃഷ്ടി എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്നോ എവിടെ നിന്ന് സംഭവിക്കുന്ന സൃഷ്ടി? ജീവനാണ്. ഇനിയിപ്പോ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ധാരാ സൃഷ്ടിച്ചത് താൻ തന്നെയാണോ? ഈ അദ്വൈതം പറയുന്നവരും പറയും എന്റെ അജ്ഞാനം കൊണ്ട് സൃഷ്ടിയുണ്ടായി, എന്റെ അവിദ്യ കൊണ്ട് സൃഷ്ടിയുണ്ടായി. എങ്ങനെ ഈ അവിദ്യ കൊണ്ട് സൃഷ്ടിയുണ്ടായത്? അതിനവർക്ക് സമാധാനമുണ്ട്. ഈ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ ഈ സൃഷ്ടിയെല്ലാം കാണുന്നുണ്ട്. ഈ സൃഷ്ടിക്ക് ഉപാദാനമായിരുന്ന അവിദ്യ അവിടെ സുഷുപ്തിയിലുണ്ടായിരുന്നു. അതിൽ പൂർവ്വസൃഷ്ടിയുടെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. ആ സംസ്കാരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ വിദ്യയെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഈ സൃഷ്ടി ചെയ്തു എന്നോ. അവിടെയും ചോദ്യം വരും. അവിദ്യയെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിച്ചത് ഈ ജാഗ്രതത്തിന് മുമ്പുണ്ടായിരുന്ന എന്തോ അതിന് സത്തെന്നോ ബ്രഹ്മമെന്നോ എന്തോ പറയാം, അതാണോ? അതോ ഈ സൃഷ്ടിയിൽ കാണുന്ന ഈ ജീവനാണോ? എന്തായാലും ഈ ജീവൻ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റില്ല, അവിദ്യ ആശ്രയിച്ചുകൊണ്ട്. എന്തുകൊണ്ട്? ഈ ജീവനും അതിന്റെ സൃഷ്ടിയാണ്, സൃഷ്ടിപ്പെട്ടുപോയി. അപ്പോൾ ആ ജീവൻ ആര് സൃഷ്ടിച്ചു എന്നുള്ളതിന് സമാധാനം കിട്ടാതെ വരും. അല്ല, ഇനി ഇതിനു മുമ്പ് ആ നിർഗുണ ബ്രഹ്മം ഇതിനു മുമ്പുണ്ടായിരുന്ന അത് ഈ അവിദ്യ ആശ്രയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പാരതന്ത്ര്യം വരെ നേരത്തെ പറഞ്ഞ ദോഷം. സൃഷ്ടിക്ക് വേണ്ടി അതിന് വേറെന്തിനെ ആശ്രയിക്കേണ്ടി വന്നു. പല ദോഷങ്ങളും വരും. അവിദ്യ എന്ന് പറയുന്ന അജ്ഞാനമാണ്. എല്ലാ തരത്തിലുള്ള ജ്ഞാനത്തെയും മൂടുന്ന ഒരു സാധനമാണ് അജ്ഞാനം. അങ്ങനെയുള്ളൊരു അജ്ഞാനം, സർവജ്ഞനായ ഒരുവൻ അജ്ഞാനത്തെ ആശ്രയിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും? ഞാൻ ഈ വസ്തുവിനെ സൃഷ്ടിക്കുന്ന എനിക്കിതിനെക്കുറിച്ച് ജ്ഞാനമുള്ളതാണ്. എനിക്കിതിനെക്കുറിച്ച് ജ്ഞാനം ഇരിക്കെ ഞാൻ ഇതിനെ സൃഷ്ടിക്കുന്നതിന് ഇതിന്റെ അജ്ഞാനത്തെ ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ സൃഷ്ടി നടക്കും? അപ്പൊ അജ്ഞാനത്തെ ആശ്രയിച്ചൊരിക്കലും ഒന്നും സംഭവിക്കത്തില്ല. അജ്ഞാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കർമ്മമില്ല, ക്രിയയില്ല. അതുകൊണ്ട് അജ്ഞാനത്തെ ആശ്രയിച്ച സൃഷ്ടി അതും ശരിയാകത്തില്ല. അതുകൊണ്ട് ജീവൻ, ഞാൻ എന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനും ഒരു യുക്തിയില്ല, അസംബന്ധമാണ്. അജ്ഞാനം ആവരണ സ്വഭാവമാണ്, എല്ലാത്തിനും മറയ്ക്കുന്ന സ്വഭാവമാണ്. അതിന്റെ സ്വഭാവം എന്തിനെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ളതല്ല, ഉള്ളതിനെ മറച്ചു കളയുകയുള്ളൂ. അപ്പം അതിനെ ആശ്രയിച്ച് അങ്ങനെ സൃഷ്ടി സംഭവിക്കുക എന്റെ അജ്ഞാനം കൊണ്ട്. പക്ഷെ സാധാരണ പറയാറുണ്ട്, അദ്വൈതത്തിൽ തന്നെ ഇവിടെ തന്നെ പറയും, ഈ പ്രപഞ്ചം അജ്ഞാനകൽപ്പിതമാണ് എന്ന് പറയും. അവിദ്യാകൽപ്പിതമാണ് എന്ന് പറയും. എന്താ അതിന്റെ താല്പര്യം? പറഞ്ഞു പറഞ്ഞു പോകുന്ന അവിടത്തേക്കാണ്.
ഈ ഒരു തരത്തിലും സൃഷ്ടി സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ അവസാനം പറയാൻ പോകുന്നതാണ്. ഇവിടെ ഇപ്പോൾ തൽക്കാലം നിർത്തിയിരിക്കുകയാണ് ഇവിടെ. പക്ഷെ മുമ്പോട്ട് പറഞ്ഞു വരുന്നതാണ് ഇത് അവിദ്യാകൽപ്പിതം. അതെങ്ങനെ സംഭവിക്കും? സൃഷ്ടി അവിദ്യാകൽപ്പിതമാകും. ഈ ആത്മജ്ഞനായിരിക്കുന്ന ജീവന് തന്റെ അജ്ഞാനം കൊണ്ട് ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും. സാധ്യമല്ല നമ്മൾ മനസ്സിലാക്കി. പിന്നെ സൃഷ്ടി അജ്ഞാന കൽപ്പിതം എന്ന് പറഞ്ഞാൽ ആരുടെ അജ്ഞാനം? ആര് കൽപ്പിച്ചു? ഇവിടെ ഇനി തുറന്നു വരുന്ന ഭാഗത്ത് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സൃഷ്ടി ജീവന്റെ അജ്ഞാനകൽപ്പിതം അല്ല. സൃഷ്ടി ഈശ്വരസൃഷ്ടമാണ്. അതാണ് അവനിപ്പോ പറഞ്ഞതോ. പറഞ്ഞതിലൊരു യുക്തി ഉണ്ടായിരുന്നു. കാരണം ഉദാഹരണത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ, സുഷുപ്തിയെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടെ നിർഗുണനായ ബ്രഹ്മം, അതിന് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ സൃഷ്ടി നമ്മുടെ അനുഭവമാണ്. ജാഗ്രത ഇവിടെ സൃഷ്ടിയില്ലെന്ന് പറയാനും വയ്യ. സൃഷ്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ. അവനും സൃഷ്ടിക്കപ്പെട്ടതാണ്. ബ്രഹ്മം നിർഗുണമായതുകൊണ്ട് അതിന് സൃഷ്ടി സംഭവിക്കാൻ വയ്യ. പക്ഷേ താൻ സൃഷ്ടിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതനുഭവിക്കണമെങ്കിൽ ഇത് സൃഷ്ടിക്കണം. ആര് സൃഷ്ടിച്ചു? ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചു. സർവ ഐശ്വര്യ സമ്പന്നനായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ നിഷേധിച്ചത് ഈ നിർഗുണമായിരിക്കുന്ന തത്വത്തിൽ നിന്ന് വേറിട്ട് അന്യമായി സർവൈശ്വര്യയുക്തനായ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനാണ് നിഷേധിച്ചത്. മറിച്ച് ആ തത്വം, ഏതൊരു തത്വത്തെയാണോ നമ്മൾ നിർഗുണമെന്ന് വിളിക്കുന്നത്, ആ തത്വത്തെ തന്നെയാണ് സർവൈശ്വര്യ സമ്പന്നമെന്നും പറയുന്നത്. ഒരു തത്വം തന്നെ. അതിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരനില്ല. അത് തന്നെ സൃഷ്ടിക്കുന്നു. ഒന്ന് തന്നെ നിർഗുണവും ഒന്ന് തന്നെ സർവൈശ്വര്യ സമ്പന്നമാവുന്ന എങ്ങനെ? അവിടെയാണ് പറയുന്നത് സൃഷ്ടി അജ്ഞാനകൽപ്പിതമാണ്. ആരുടെ അജ്ഞാനകൽപ്പിതം? നിന്റെ തന്നെ, ആ ജീവന്റെ അജ്ഞാനകൽപ്പിതം. അത് നേരത്തെ നിഷേധിച്ചത് അജ്ഞാനകൽപ്പിതമല്ല എന്ന്. പിന്നെ വീണ്ടും അജ്ഞാനകൽപ്പിതം എന്നങ്ങനെ പറയും. എന്തായാലും ഇവിടെ ജാഗ്രതത്തിലേക്ക് വന്നു, സുഷുപ്തി വിട്ടു. ജാഗ്രതത്തിൽ ഈ ജഗത്തിനെ അനുഭവിക്കുന്നു. എങ്ങനെ അനുഭവിക്കുന്നു? ബ്രഹ്മമായിട്ടല്ല, ഏകമായിട്ടല്ല, സത്യമായിട്ടല്ല, അല്ലെങ്കിൽ സച്ചിദാനന്ദമായിട്ടല്ല, നാനാരൂപത്തിൽ ഈ ജഗത്തിനെ അനുഭവിക്കുന്നു. വാസ്തവത്തിൽ ഇതെന്താണ്? ആ സത്ത് തന്നെ. ഇത് ബോധിക്കാൻ വേണ്ടി പറയുകയാണ് അവിദ്യാകൽപ്പിതവും.
ഈ ജഗത്തിന് വാസ്തവത്തിൽ അസത്തായി മനസ്സിലാക്കണം. സദൈവ സൗമ്യതമഗ്ര ആസീത്. ആ സൃഷ്ടിക്ക് മുമ്പ് അത് കേവല സത്തായിരുന്നു. ഈ ജാഗ്രതത്തിന് മുമ്പ് കേവല സത്തായിരുന്നു. ഈ ജാഗ്രതത്തിനും ആ സത്ത് തന്നെയാണ്. ജാഗ്രതത്തിന് മുമ്പ് ഇത് കേവലമായ നിർഗുണമായിരുന്നു. ഈ ജാഗ്രതത്തിനും അത് നിർഗുണം തന്നെ. ജാഗ്രതത്തിന് മുമ്പ് അത് ചിത്തും ആനന്ദവുമായിരുന്നു. ഈ ജാഗ്രതത്തിനും അത് ചിത്തും ആനന്ദവും തന്നെ. ആ സ്വരൂപത്തിന്, തുരീയ രൂപത്തിന് ഒരിടത്തും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഈശ്വരൻ, സൃഷ്ടി, ഈ ഭേദം, ഇതിനെല്ലാം അനുഭവിക്കുന്ന ഞാൻ, ഇതിനപ്പുറം ഒരു നിർഗുണ ബ്രഹ്മം, ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പരമാർത്ഥം എന്താണ്? സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഒരേ ഒരു സത്ത്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന എന്താണോ? ഈശ്വരൻ, ജഗത്ത്, ജീവൻ, നാനാത്വം, ഭേദം. പരമാർത്ഥത്തിൽ ഭേദത്തെ അനുഭവിക്കുന്നു. ഈ സൃഷ്ടിയായിരിക്കുന്നതെല്ലാം പരമാർത്ഥം തന്നെ. ആ ഒരു ബോധം ഉണ്ടാകുന്നില്ല. അത് അവിദ്യ. ആ ബോധമില്ലാത്തതുകൊണ്ട് ഇവിടെ നാനാത്വത്തെ കാണുന്നു. ഇത് അവിദ്യ കൊണ്ട് കൽപ്പിതം. സൃഷ്ടി ആ സൃഷ്ടാവ് തന്നെ. ഈ അവിദ്യ നശിച്ചാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. അതാണ് സൃഷ്ടി അവിദ്യ കൽപ്പിതമെന്ന് പറയുന്നത്. രജ്ജുവിലെ സർപ്പത്തെ പോലെ ഈ ജീവൻ അവിദ്യ കൊണ്ട് ജഗത്തിനെ കൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ജീവ ഈശ്വര ഭേദം, ജീവ ഈശ്വര ജഗദ്ഭേദം പരമാർത്ഥത്തിലില്ല. ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടാവില്ല. അങ്ങനെ ഒരു സൃഷ്ടാവ് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടുമില്ല. ഇവിടെ സൃഷ്ടി, സൃഷ്ടാവ്, ബ്രഹ്മം ഇതെല്ലാം അഭേദമാണ്, ഏകമാണ്. എന്നാൽ ജീവൻ അവിദ്യ കൊണ്ട് ഈ ഭേദങ്ങളെ കൽപ്പിക്കുന്നു. ആ അവിദ്യ കൊണ്ടുള്ള കൽപ്പന അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് അവിദ്യാകൽപിതമാണ് എന്ന് പറയുന്നു. അല്ലാതെ ഇതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. അവിദ്യാകൽപിതമായ ഒരു ജഗത്തിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തിനെ ഈ രൂപത്തിലല്ല എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് സത്താണ്, സദ്രൂപമാണ് സർവവും. അതുകൊണ്ട് കൽപ്പിച്ച് സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ സത്തിൽ നിന്ന് വേറൊരു സൃഷ്ടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല പിന്നെ അതിനെ കൽപ്പിച്ച് സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇത് അദ്വൈതമാണ്, അദ്വൈതമാണ്. അവിടെ സൃഷ്ടി, സ്രഷ്ടാവ്, ഇങ്ങനെ ഒരു ഭേദമില്ല. അതാണ് പരമമായ തത്വം, അതാണ് പരമാർത്ഥ തത്വം. അതുകൊണ്ട് അവിദ്യാകൽപിതമായ ജീവന്റെ അവിദ്യ കൊണ്ട് കൽപ്പിച്ച ഒരു ജഗത്ത് ആ സത്തിൽ നിന്ന് വേറിട്ടൂടെ നിൽക്കുന്നില്ല. അങ്ങനെ കൽപ്പിച്ച ഒരു ജഗത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ ധരിക്കും ആ സത്തിൽ നിന്ന് വേറിട്ട് ഇവിടെ കൽപ്പിച്ച ഒരു ജഗത്തുണ്ട്. അങ്ങനെ കൽപ്പിച്ച ഒരു ജഗത്തില്ല. മറിച്ച് എന്താ ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്? കൽപ്പിച്ച ജഗത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കൽപ്പിച്ച എന്ന് പറയുമ്പോൾ അത് ഉള്ളതല്ല. കൽപ്പന എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമല്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ പരമാർത്ഥമാണ്. കൽപ്പനയും പരമാർത്ഥം കൂടെ ചേരത്തില്ല.
അതുകൊണ്ട് കൽപ്പിച്ചതായ ഒരു ജഗത്തൂടെ നിലനിൽക്കുന്നില്ല. കൽപ്പിച്ചതായ ജഗത്ത് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണോ? പരമാർത്ഥത്തിൽ അത് കൽപ്പിതമായ ജഗശൂന്യമാണ്. അതുകൊണ്ട് പരമാർത്ഥ സത്ത മാത്രം, സച്ചിദാനന്ദം മാത്രം, ബ്രഹ്മം മാത്രം, അത് അദ്വൈതം, അത് ഏകം, അദ്വയം, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി കൽപ്പിതമാണ് എന്ന് പറയുന്നത്. അല്ലാതെ ജീവൻ വാസ്തവത്തിൽ ഒരു ജഗത്തിനെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ അല്ല. അതുപോലെ തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ആ ബ്രഹ്മം തന്നെ ഈ രൂപത്തിൽ അഭിവ്യക്തമായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന തരത്തിലൊരു സൃഷ്ടിയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് നാനാരൂപത്തിൽ പ്രകടമായിരിക്കുന്നു, നാനാരൂപത്തിൽ അത് അഭിവ്യക്തമായിരിക്കുന്നു. അതിന് ജീവന്റെ ആവശ്യമൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? അങ്ങനെ നാനാരൂപത്തിൽ പ്രകടമാവുമ്പോഴും അത് സത്തായി തന്നെ ഇരിക്കുന്നു. അത് ഈശ്വരന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഈ നാനാരൂപത്തിൽ അത് പ്രകാശിക്കുമ്പോഴും അതതിന്റെ സ്വരൂപത്തിൽ നിന്ന് ച്യുതി സംഭവിക്കാതിരിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടി അത് ആ പരമാർത്ഥ വസ്തു തന്നെയാണ്, സത്യം തന്നെയാണ്. അവിടെ ആ പരമാർത്ഥ വസ്തുവിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനായാലും കൊള്ളാം, ബ്രഹ്മമായാലും കൊള്ളാം, ജീവനായാലും കൊള്ളാം, ജഗത്തായാലും കൊള്ളാം, അതെല്ലാം നിന്റെ അവിദ്യാകല്പിതം. അതാണ് നിന്റെ അജ്ഞാനകല്പിതം എന്ന് പറയുന്നത്. അജ്ഞാനകല്പിതമായി ഒരു വാസ്തവ ജഗത്ത് ഇവിടെ ഇല്ല. അതാണ് മുഖ്യം. ഇന്ന് തുടർച്ചയായിട്ട് ഇനി പറഞ്ഞൊന്ന് സമർപ്പിക്കുന്നത് ആ കാര്യമാണ്. അതുകൊണ്ട് അവിദ്യാകല്പിതമാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കും. രജ്ജുവിൽ സർപ്പം പോലെ നമ്മൾ സങ്കല്പിച്ചൊരു ജഗത്തിനുണ്ടാക്കിയെന്നുണ്ട്. ആ ജഗത്ത് ആ പരമാത്മാവിന്റെ അഭിവ്യക്തിയാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്ത് അത് ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് തന്നെയാണ് സച്ചിദാനന്ദ രൂപത്തിൽ ഈ ജഗത്തിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ജഗത് രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, ജഗത് രൂപത്തിൽ അഭിവ്യക്തമായിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ്. ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന, അല്ലാതെ വേറിട്ടൊരു ഈശ്വരനും സൃഷ്ടിച്ചിട്ടില്ല, ഈ ജീവനും സൃഷ്ടിച്ചിട്ടില്ല, വേറിട്ടൊരു ജഗത്തുമില്ല. വേറിട്ടൊരു ജഗത്തുണ്ടെങ്കിലല്ലേ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരുന്നത് എന്താണ്? നമ്മളീ ലോകത്ത് സൃഷ്ടി കാണുമ്പോൾ കാരണത്തിൽ നിന്നും വേറിട്ട ഒരു കാര്യത്തെ കാണുന്നു. സാധാരണഗതി പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു, പിതാവ് വേറെ, പുത്രൻ വേറെ. ഈ സൃഷ്ടി കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കാര്യകാരണങ്ങൾ ഭിന്നമാണ്. പക്ഷെ വേറെ ഉദാഹരണമുണ്ട്. മർത്തും ഘടവും സ്വർണവും ആഭരണവും അവിടെ ഇവിടെ വേറെ വേറെ സൃഷ്ടി. അവിടെ സ്വർണം മാത്രമല്ലേ ഉള്ളൂ. വേറിട്ടൊരു ആഭരണം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം അതിന്റെ തോന്നലാണ്, കൽപ്പനയാണ്, അവിടെ സ്വർണമേ ഉള്ളൂ. അതുപോലെ ഈ സൃഷ്ടിയും മനസ്സിലാക്കണം എന്നോ.
ഈ അവിദ്യ, അജ്ഞാനം എന്നെല്ലാം പറയുന്ന ഈ ഒരു ആവരണം, അവിദ്യാകൽപിതം, അവിദ്യ കൊണ്ട് തോന്നുന്നു എന്നെല്ലാം പറയുന്ന ഈ ആവരണം ഏറ്റവും തുച്ഛമായൊരു ആവരണമാണ്. ഈ മേശയ്ക്കകത്തിരിക്കുന്ന സാധനം എന്താണെന്നറിയണമെങ്കിൽ ഈ ആവരണം മാറ്റണം. മേശ വലിച്ചു തുറന്നു, അല്ലെങ്കിൽ ഇത് വെട്ടിപ്പൊളിച്ച്, അവിടെ വലിയൊരു യത്നം ആവശ്യമാണ്. മേശ വലിച്ചു തുറക്കാനായാലും ശരി, ഇത് വെട്ടിപ്പൊളിക്കാനായാലും ശരി. ഒരു ആവരണത്തെ മാറ്റുന്നതിന് പ്രയത്നം ആവശ്യമാണ്. അതൊരു വലിയ ഉരുക്ക് പെട്ടിക്കകത്താണ് വയ്ക്കുന്നതെങ്കിൽ വലിയ പ്രയത്നം ആവശ്യമാണ്. ഇവിടെ അജ്ഞാനം, അവിദ്യ എന്നെല്ലാം പറയുന്ന ഈ ആവരണം ഇത് അത്യന്തം തുച്ഛമാണ്. ഇതിനും തുച്ഛമായ ഒരു ആവരണമില്ല. ഈ ജഗത്തിൽ നമുക്കെന്തെല്ലാം, നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്നതിന് വസ്ത്രം ധരിച്ചിരിക്കും, ഇതൊരാവരണമാണ്. ഇതും മാറ്റുന്നതിന് രത്നം ആവശ്യമാണ്. അഴിച്ചെടുക്കുകയോ വലിച്ചു കീറുകയോ കത്തിക്കുകയോ എന്തായാലും അവിടെ യത്നം ആവശ്യമാണ്. ഈ ജഗത്തിൽ അനുഭവിക്കുന്ന എല്ലാ ആവരണങ്ങളും യത്നത്തെ അപേക്ഷിക്കുന്നു. പക്ഷെ അവിദ്യാവരണം, ഈ പറയുന്ന ഈ ജഗത്ത് കൽപ്പിതമാണ്, അല്ലെങ്കിൽ ഇവിടെ ജഗത്തിൽ നാനാത്വത്തെ കാണുന്നത്, അല്ലെങ്കിൽ ഈ സത്തയിൽ നിന്നും വ്യതിരിക്തമായൊരു ഒന്നില്ല, അതുകൊണ്ടെന്ന് തോന്നുന്നത്, തന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, അറിയാതിരിക്കുന്നത്, ഇങ്ങനെയെല്ലാം പറയുന്ന ഈ ആവരണം, അതിന് അജ്ഞാനം, അവിദ്യ, ഇത് അത്യന്തം തുച്ഛമായൊരു കാര്യമാണ്. അത്യന്തം തുച്ഛമെന്ന് പറഞ്ഞാൽ യാതൊരു യത്നവും കൂടാതെ തന്നെ മാറിപ്പോകുന്ന ആവരണമാണ്. അതുപോലെ ഒരു ആവരണം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. വേണമെങ്കിൽ ഒന്നിനെ പറയാം, ഒരാവരണമുണ്ട്. ഇരുള്, അതൊരാവരണമാണ്. എന്റെ മുമ്പിലിരിക്കുന്ന മേശയും കസേരയും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇരുള്. ഈ ഇരുളെന്ന് പറയുന്നത് അത്യന്തം തുച്ഛമായൊരു ആവരണമാണ്. എന്തുകൊണ്ട്? അവിടെ യാതൊരു തരത്തിലുള്ള ക്രിയയും അവിടെ ആവശ്യമില്ല. വെളിച്ചം അവിടേക്ക് കടന്നു വന്നാൽ മതി, പിന്നെ ഇരുളിനവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. വെളിച്ചം വന്ന് അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി അവിടെ എടുക്കേണ്ട കാര്യമില്ല. വെളിച്ചത്തിന് വെളിച്ചം വരുന്നു, ഇരുട്ടിനെ അവിടെ നാട്ടി ഓടിക്കുന്നു, അതില്ല. വെളിച്ചം വരേണ്ട നിമിഷം ഇരുള് പോയി. എവിടെ പോയി എന്ന് അറിയില്ല. വെളിച്ചത്തിന് മുമ്പിൽ അതിനൊരു അല്പം ഒരു മൽപ്പിടുത്തം നടത്തി നിന്ന് നോക്കുക, വെളിച്ചത്തിനെ എതിരിടുക. വെളിച്ചത്തിനെ എതിരിടുക ഇരുളിനെ സംബന്ധിച്ചോളം അസാധ്യമാണ്, അസംഭവമാണ്. വെളിച്ചത്തിൽ ഇല്ലാതാവുക എന്നുള്ളതല്ലാതെ ഇരുളിനെ സംബന്ധിച്ച് അവിടെ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല, മറയുന്നു. അതുപോലെയാണ് അതിലും തുച്ഛമാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളീ പറയുന്ന ജഗത്തിന് കാരണമായിരിക്കുന്നു ചിലടത്ത് പറയുന്നു, ചിലടത്ത് പറയുന്നു ജഗത് പ്രതീതിക്ക് കാരണമായിരിക്കുന്നു എന്ന് പറയുന്നു, ചിലടത്ത് അതുകൂടെ കഴിഞ്ഞു പറയുന്നു അതാണ് ബന്ധനത്തിന് കാരണമായിരിക്കുന്നത്, ചിലടത്ത് പറയും അത് ആത്മബോധത്തിന് തടസ്സമാണ്, ചിലടത്ത് പറയും മുക്തിക്ക് തടസ്സമാണ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വലുതാക്കുന്ന ഈ അജ്ഞാനം വെളിച്ചത്തിന്റെ മുമ്പിൽ ഇല്ലാതാകുന്ന ഇരുളിനേക്കാളും തുച്ഛമാണ്. എന്തുകൊണ്ട്? ഇത് ആത്മബോധത്തിൽ അതില്ലാതാകുന്നു.
വെളിച്ചം എന്ന് പറയുമ്പം ഇരുളുള്ള സ്ഥലത്തേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആത്മബോധം എന്ന് പറയുമ്പോൾ പിന്നെ പുറത്ത് യാതൊരു യത്നത്തിന്റെ ആവശ്യമില്ല. തന്റെ ഉള്ളിൽ പ്രകാശിക്കുകയാണ്, തന്റെ ഉള്ളിൽ തെളിയുകയാണ്. മെഴുകുതിരി കൊളുത്തുന്നത് പോലെയോ സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെയോ എന്നുള്ള യാതൊരു പ്രവൃത്തി അവിടെ ആവശ്യമില്ല. വെളിച്ചം കൊണ്ടുവരാം, തന്റെ ഉള്ളിൽ തെളിയുന്നു. അവിടെ പിന്നെ എങ്ങനെ ഈ ഇരുളെങ്ങനെ നിൽക്കും? അവിടെ ഇരുള് നിൽക്കില്ല. അപ്പോൾ ഈ പറയുന്ന എല്ലാ സമസ്യകൾക്കും അവിടെ പരിഹരിക്കപ്പെട്ടു. ഈ സൃഷ്ടിക്ക് മുമ്പ് അവിടെ ഏകമായിരുന്ന ആ സത്ത്, അത് തന്നെയാണ് സൃഷ്ടിയായിരിക്കുന്നത്. അതിൽ വേറിട്ട്, ആ സത്തയിൽ നിന്ന് വേറിട്ട് നാമരൂപങ്ങളൊന്നും തന്നെയില്ല. എല്ലാ സത്ത തന്നെയാണ്. ഇവിടെ അവിദ്യ കൊണ്ട് കൽപ്പിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദ്യ കൊണ്ട് നിരാകരിക്കേണ്ടതേ ഉള്ളൂ. വെളിച്ചം കൊണ്ട് മാറ്റേണ്ടതേ ഉള്ളൂ. ഉള്ളിലെ പ്രകാശം കൊണ്ട് മാറ്റേണ്ടതേ ഉള്ളൂ. ആ പ്രകാശമോ ഇനി അതിനെന്തെങ്കിലും യത്നമുണ്ടോ എന്ന് ചോദിക്കും. അതിനും യത്നം ആവശ്യമുണ്ട്. ആത്മബോധത്തിനും യത്നത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഉദാഹരണം പറയുന്നത് ആകാശ ഫലപാദവത് എന്നെല്ലാം. ആകാശത്തിൽ നിന്നൊരു ഫലം വീഴുന്നത്. ആകാശത്തിൽ ഇവിടെ ഫലം വീഴാൻ തിരിക്കുന്ന അവിടെ ആകാശത്തിൽ മരം വല്ലതുമുണ്ടോ? അതിൽ നിന്ന് കായ് വീഴാൻ. പക്ഷെ അത് അവിടെ യത്നം അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അത് ശ്രവണത്തിൽ നിന്ന് സംഭവിക്കുന്നു. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, ഈ ഇരുളിനെ മാറ്റുന്ന ആ ബോധം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ശ്രവണത്തിൽ നിന്ന്, ഇതാണ് അദ്വൈതത്തിലെ ഏറ്റവും മുഖ്യമായൊരു ഭാഗം. ആ തത്വശ്രവണത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകുന്നു. ആ ബോധം ഈ അവിദ്യ, അജ്ഞാനം തുടങ്ങിയ കൽപ്പനകളെയൊക്കെ മാറ്റും. സൃഷ്ടി, സൃഷ്ടാവ്, സഗുണം, നിർഗുണം തുടങ്ങിയ കൽപ്പനകളെയൊക്കെ അതില്ലാതാക്കും. പിന്നെ അത്തരം കൽപ്പനകൾക്ക് അവിടെ നിൽക്കാൻ ശേഷിയില്ല. ഈ ശാസ്ത്രത്തിൽ ഒരുപാട് സാധനങ്ങൾ നിർദ്ദേശിക്കുന്നു. ജപതപങ്ങളൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നത് ശരിയാ. വിളക്കും എണ്ണയും തിരിയുമൊക്കെ മറ്റാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വേറെ പ്രയോജനമുണ്ട്. അതുപോലെ ഇവിടെ അതുകൊണ്ട് ഇതിനൊരു വലിയ സമസ്യയായിട്ടെടുക്കുന്നത് ഈ ഇരുളിരിക്കുന്നതുകൊണ്ടാണ്. ഇരുളിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ. എങ്ങനെ ഇത് അവിദ്യാകൽപിതമാകുന്നതെങ്ങനെ? നിർഗുണം എങ്ങനെ സൃഷ്ടിക്കും? നിർഗുണത്തിൽ നിന്ന് അന്യനായ ഒരു ഈശ്വരൻ എങ്ങനെ സൃഷ്ടിക്കും? ജീവനെ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? ഇത്തരം ഈ പ്രശ്നങ്ങളെല്ലാം ഈ അവിദ്യയുടെ സമസ്യകളാണ്. ഈ വികല്പങ്ങളെല്ലാം തന്നെ ഇതിന്റെ രഹസ്യം അറിഞ്ഞവന് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ രഹസ്യം അറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം യാതൊരു തരത്തിലുള്ള സമസ്യകളും അവിടെ ഇല്ല.
ഏതൊരനുഭവത്തെയും പോലെ ഒരു ജീവന്റെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്. ഓരോ ജീവനും വ്യക്തിനിഷ്ഠമാണ്. എല്ലാ അനുഭവങ്ങളും. ഞാൻ ഈ മേശയെ കാണുന്നത് എന്റെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. വ്യക്തിനിഷ്ഠമായ അനുഭവം എന്ന് വെച്ചാൽ അത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട അനുഭവം എന്നാണ്. അല്ല, ഞാൻ ഈ മേശ കാണുന്നു, ഇതിന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും മേശ കാണുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം എന്താ? സർവരുടെയും അനുഭവമാണ്. അതുപോലെ തന്നെ സ്വസ്വരൂപവും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടില്ല, ഏതെങ്കിലും ഒരു ഗുരുവിന് മാത്രം അവകാശപ്പെട്ടില്ല. സ്വരൂപം ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ശരി, ഇതിവിടെ ഉണ്ടെങ്കിലും കണ്ണുള്ളവനല്ലേ കാണാൻ പറ്റും, കണ്ണ് തുറന്നിരിക്കുന്നവനല്ലേ കാണാൻ പറ്റും. അതുപോലെ ഈ സ്വരൂപം സർവ്വസാധാരണമായിരിക്കുന്നുണ്ടെങ്കിലും ആരിലാണോ ആ വിവേകമുള്ളത് അവൻ ഇതിനെ കാണുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ ആ വിവേകത്തിന് എല്ലാവരും അവകാശികളാണ്. താൻ നിനക്കതില്ല, നിനക്കത് പാടില്ല എന്നില്ല. സർവ്വതന്റെ അവകാശികളാണ്. അതുകൊണ്ട് അജ്ഞാനം, അജ്ഞാനജന്യമായ സൃഷ്ടി, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വലിയ സമസ്യകളല്ല. അദ്വൈത ബോധത്തിൽ നോക്കുമ്പോൾ അതൊന്നും ഒരു സമസ്യയില്ല. അതിന് കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഈ മന്ത്രത്തെ വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ആ സുഷുപ്തിയിലെ ആ സ്ഥിതിയെ മുൻനിർത്തിയാണ് ഈ ചർച്ചകളെല്ലാം. പ്രപഞ്ചശൂന്യമായ അല്ലെങ്കിൽ ബോധശൂന്യമായ അല്ലെങ്കിൽ കേവലമായ സുഷുപ്തി സ്ഥിതി, അതിനെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ്. സൃഷ്ടിയിലേക്ക് വരുന്നു. എങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു? ക്രിയാബുദ്ധോ മൃതാദേ കലാദ്യുത്പത്തി തത് കഥം നന്ദസ്തി പ്രാണാദ്യാത്മ അതിരിക്തം വസ്തുന്തരന്ന പ്രാണാദേഹി തദൈവ നിഷ്പത്തേഹി തത് കഥമിതി ഉച്യതേ തത്ര ദൃഷ്ടാന്തഃ. സത്യസ്യ സത്യം ഇവിടെ പറയുന്നു. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സത്യമാണ്. ഞാനിതിനെ സത്യമായിട്ടല്ല അനുഭവിക്കുന്നു. ശരീരത്തെ ശരീരമായി അനുഭവിക്കുന്നു, പ്രാണനെ പ്രാണനായി അനുഭവിക്കുന്നു, പഞ്ചഭൂതങ്ങളെ പഞ്ചഭൂതമായി അനുഭവിക്കുന്നു. ഇവിടെ ഞാൻ ഒന്നിനെ സത്യമായി അല്ല അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സത്യത്തിന്റെ സത്യം. ശരി, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും നീ സത്യമായിട്ടല്ല അനുഭവിക്കുന്നത്. പിന്നെ എന്തായിട്ടാണ് അനുഭവിക്കുന്നത്? ഞാൻ പ്രാണനായി അനുഭവിക്കുന്നു, ശരീരമായി അനുഭവിക്കുന്നു, പഞ്ചഭൂതങ്ങളായി അനുഭവിക്കുന്നു. എന്നാൽ അതിന്റെ സത്യം, അതിനാണ് ഇവിടെ പറയുന്നത്. നിന്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. നീ പ്രാണനും ശരീരവും ഭൂതങ്ങളും അനുഭവിക്കുന്നു, അതിന്റെ സത്യം. അതാണ് സത്യത്തിന്റെ സത്യം. നീ എന്തിനെയാണോ അനുഭവിക്കുന്നതിന് സത്യമെന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഞാനതിനെ സത്യമായിട്ടല്ല അനുഭവിക്കുന്നതെന്ന് കേൾക്കുന്നവൻ പറയുന്നു. എന്നാൽ നീ അനുഭവിക്കുന്നില്ലേ ഇല്ല, അതിലെ സത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തനിക്ക് കാണാൻ കഴിയാത്തടത്ത് ആ സത്യത്തെ കാണുക, തനിക്ക് അനുഭവിക്കാൻ കഴിയാത്തടത്ത് ആ സത്യത്തെ അനുഭവിക്കുക. അതാണ് സത്യം. അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സയഥാലോപ്യ പൂർണ്ണനാഭി പൂർണ്ണനാഭർ ലൂതാക്കിട ഏക ഏവ പ്രസിദ്ധ സൻ സ്വാത്മ അപ്രവിഭക്തേന തന്തുന ഉച്ഛ്രേത് ഉദ്ഗച്ഛേത് ന ച അസ്തി തസ്യ ഉദ്ഗമനേ
സ്വ അതിരിക്തം കാരകാന്തരം. ലൂതാകീടത്തെ എടുക്കുക, ചലന്തി, അത് ചൈതന്യവത്തായ ഒന്നാണ്. അതിൽ നിന്ന് കേവലം ജഡമായ ആ നൂല്, ചലന്തിയുടെ നൂല്, അത് പ്രകടമാകുന്നു. അതിന് വിപരീത സ്വഭാവമുള്ളത് എന്നാണ്. കാരണം ഇതിനെല്ലാം സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? ഇതിനെ എനിക്ക് സത്തായി കാണാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാക്കണമെന്ന്? ഇതൊക്കെ അസത്തായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഉണ്ടായി, നിലനിന്ന്, നശിക്കുന്നത്. എങ്ങനെ സത്താവും? ഇത് അസത്തായി അനുഭവപ്പെടുന്നു എന്നുള്ളതിനാണ് പറയുന്നത്. ആ ചൈതന്യവത്തായ ലൂതാകീടത്തിൽ നിന്നും ജഡമായ നൂല് പുറത്തു വരുന്നു. ഏകൈവ പ്രസിദ്ധ. അവിടെ ലൂതാകീടം മാത്രമേ ഉള്ളൂ, ഒന്ന്. പക്ഷെ നൂലുകളോ അനേക വലകൾ, അനേകം നാരുകളായി ആ നൂലുകൾ. ശരി, അതിൽ നിന്നും വേറിട്ട ഒരു സാധനമാണോ? ശരി, അത് നൂലാക്കി പുറത്തു വന്ന് വലകെട്ടി തിരിച്ചു പോകുമ്പോൾ ഇത് വേറെ തന്നെയാണ്. അതിന്റെ തത്വം നോക്കുക. ആ ചലന്തിയിലിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ, അതിൽ നിന്നല്ലേ ഈ പഞ്ചഭൂതാത്മകമായ നൂലും ഉണ്ടായിരുന്നു. ഭൗതികമായി ചിന്തിക്കുമ്പോൾ രണ്ടിന്റെയും തത്വം ഒന്നല്ലേ? അതും പഞ്ചഭൂതാത്മകം, ഇതും പഞ്ചഭൂതാത്മകം. അതിന്റെ ശരീരം പഞ്ചഭൂതാത്മകമായതുകൊണ്ട് അതിൽ നിന്ന് വന്ന അതും പഞ്ചഭൂതാത്മകം. അപ്പൊ ചലന്തിയും നൂലും ഒന്നെന്നല്ല പറയുന്നു. ആ ചലന്തിയുടെ ശരീരത്തിലും നൂലിലും ഇരിക്കുന്ന ഒരേ തത്വം അതാ പറയുന്നു. അവിടെ ചലന്തിയുടെ ശരീരരൂപത്തിലിരിക്കുന്നു, ഇവിടെ തന്തുന ഉച്ചരേ, തന്തുരൂപത്തിലേക്ക് പ്രകടമാകുന്നു. രണ്ടും ഒരു തത്വമാണ്. ഇവിടെ അത് തന്നെ പറയുന്നു. അവിടെ അപീതനായിരുന്ന ആ തത്വം സ്വം അപീതോ ഭവതി സ്വം അവിഗതോ ഭവതി, ആ തത്വം തന്നെ. അവിടെ വേറൊരു ജീവനില്ല, വേറൊരു ഈശ്വരനില്ല. ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെ ഈ രൂപത്തിലൊക്കെ വന്നു. ജഡാത്മകമായ പ്രപഞ്ചമെന്ന് നമ്മൾ പറയുന്ന ഈ രൂപത്തിൽ വന്നു. അതെങ്ങനെ സംഭവിക്കും? അത് ചൈതന്യവും ഇത് ജഡവും. ഇതെങ്ങനെ ചൈതന്യത്തിൽ നിന്ന് ജഡം പറയുന്നു? തത്വത്തെ മനസ്സിലാക്കാൻ ഇവിടുത്തെ ഓരോ തത്വം തന്നെ. അവിടെ പഞ്ചഭൂതമാണ് തത്വമെങ്കിൽ ഇവിടെ തത്വം സച്ചിദാനന്ദം. ഈ ജഗത്തും ആ സച്ചിദാനന്ദം തന്നെ. ഇവിടെ എന്താണ്? ഒരു തരത്തിൽ ആ ഭേദത്തെ അംഗീകരിക്കുന്നു. ചൈതന്യവത്തായ ചലന്തിയുടെ ശരീരം വേറെ, ജഡമായ നൂല് വേറെ. ആ ചലന്തിയുടെ ശരീരത്തെ വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ അതില്ലാതാകും. പക്ഷെ ഈ നൂലിനെ വെട്ടിമുറിച്ചാൽ ചലന്തി ഇല്ലാതാകുന്നില്ല. അപ്പം നമ്മളവിടെ വ്യക്തമായും ഒരു ഭേദത്തെ കാണും. ആ ലൂതാകീടം വേറെ, നൂല് വേറെ. ബാഹ്യമായി കാണുന്ന ആ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇരിക്കട്ടെ, അങ്ങനെ ഭിന്നമായി ഒന്ന് വന്നെങ്കിലും തത്വം എന്താണ് അവിടെ? അതുപോലെ ഇവിടെയും തത്വം ഒന്നെന്നേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ അസ്തി തസ്യുദ്ഗമനേ സ്വതോ അതിരിക്തം കാരകാന്തരം. നിങ്ങൾ പറയുന്നു ആ നിർഗുണമായിരിക്കുന്ന ആ ബ്രഹ്മത്തിന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതിന് വേറെ ഒരു സഗുണനായ ഈശ്വരൻ ഒരിടത്തിരുന്ന് സൃഷ്ടിക്കണം. എന്നാലേ ഈ കാണുന്ന സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. ഇവിടെ ആ ലൂതാകീടത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നോ ആ നൂലിനെ ഉണ്ടാക്കാൻ? അവിടെ ആ ലൂതാകീടം മാത്രം
അത് തന്നിൽ നിന്നും അന്യമായ ഒന്നിനെ ആശ്രയിച്ചില്ല. തന്റെ തന്നെ ശരീരത്തിൽ നിന്ന് ഒരു സാധനം വലിച്ചെടുത്തു, അതിനെ വലയാക്കി മാറ്റി. എന്നുവെച്ചാൽ തസ്യ ഉദ്ഗമനെ, ആ വല അങ്ങനെ നെയ്തെടുക്കുന്നതിന് സ്വതോ അതിരിക്തം കാരകാന്തരം ന, അതിൽ നിന്ന് അന്യമായൊരു കാരകം അവിടെയില്ല, താൻ തന്നെ. ഇവിടെ കർത്താവും കർമ്മവും കരണവും എല്ലാം ആയിരുന്നത് ആ അപീഗതനായിരുന്ന ആ തത്വം തന്നെ. അത് തന്നെയാണ് ഇതൊന്നും അല്ലാതായിരിക്കുന്നത്. ക്രിയാകാരക ഫലഭേദത്തോടു കൂടിയിരിക്കുന്നതും അവൻ തന്നെ, ക്രിയാകാരക ഫലഭേദശൂന്യനായിരിക്കുന്നതും അവൻ തന്നെ, ഒരു തത്വം തന്നെ. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഇനിയും പറയാം പ്രയാസമുണ്ടെങ്കിൽ. യഥാച്ച ഏകരൂപ ഏകസ്മാത് അഗ്നേഹി ക്ഷുദ്രാഹ അല്പാഹ വിസ്ഫുലിംഗാഹ തുടയോ അഗ്നി അവയവാഹ ഉശ്ചരന്തി. മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ പറയാം. ആ കീടം എന്ന് പറയുന്നത് ജീവൻ ചൈതന്യമുള്ളതാണ്. അതിലൊരു ശരീരമുണ്ട്, അതിലൊരു ജീവനുണ്ട്. ആ ശരീരത്തിൽ നിന്നും വേറെയാണ് ആ ജീവചൈതന്യം. ആ ശരീരത്തിൽ നിന്നാണ് ഇവിടെ നൂലുണ്ടായത്. അത് ജഡത്തിൽ നിന്ന് ജഡമുണ്ടായി. ജഡം പരിണമിക്കുന്നത് പോലെയുള്ളൂ. ഇതൊക്കെ ചൈതന്യത്തിന്, ഏകമായിരിക്കുന്ന ചൈതന്യത്തിൽ എങ്ങനെ ഈ ദൃഷ്ടാന്തം ചേരും? ജഡത്തിൽ നിന്ന് ജഡമുണ്ടായതല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ. എന്തായാലും ബ്രഹ്മത്തിന്, ഈ ചൈതന്യത്തിന് ചൈതന്യം തന്നെ ദൃഷ്ടാന്തമാകാൻ പറ്റില്ല. ഒന്നിനും അത് തന്നെ ദൃഷ്ടാന്തമാകത്തില്ല. ഞാൻ ആരെപ്പോലെ ഇരിക്കുന്നു, എന്നെപ്പോലെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. രാമനെ പോലെയോ കൃഷ്ണനെ പോലെയോ കേശവനെ പോലെയോ ഇരിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. എനിക്ക് ഞാൻ ദൃഷ്ടാന്തമാകത്തില്ല. അതുകൊണ്ടിവിടെ മറ്റൊരു ദൃഷ്ടാന്തം കൊടുക്കുന്നു. ജഡം ചൈതന്യം എന്നുള്ള തർക്കങ്ങളൊന്നും വേണ്ട. പിന്നെങ്ങനെയാണ്? യഥാചൈകരൂപാദേകസ്മാത് അഗ്നേഹി, അഗ്നി ഏക സ്വഭാവത്തോടു കൂടിയതാണോ? ഉഷ്ണവും പ്രകാശം. അങ്ങനെയുള്ള അഗ്നിയിൽ നിന്ന് ക്ഷുദ്രഃ അല്പഃ വിസ്ഫുലിംഗാഃ തുടയോ അഗ്നി അവയവാഃ വിചരന്തി. തീപ്പൊരികൾ അന്ന് ഇത്രയും വിശദീകരിച്ചത്. തുടികൾ, അഗ്നി അവയവങ്ങൾ, വിവിധം നാനാജൗ, പലതരത്തിൽ, വലുതും ചെറുതും, മുകളിലേക്കും താഴോട്ടും വശങ്ങളിലേക്കും, കാലദേശ ഉപാധിഭേദങ്ങളോടുകൂടി ഉണ്ടാകുന്നു. അവിടെ എന്താ രണ്ടുണ്ടാകും? ഒരു ചൈതന്യം, ചൈതന്യമുള്ള ഒരു ശരീരം, ആ ശരീരത്തിൽ നിന്ന് മറ്റൊരു സാധനം. അങ്ങനെയില്ല. ഇവിടെ കേവലം പ്രകാശം മാത്രം, കേവലം ഉഷ്ണം മാത്രം. അങ്ങനെയുള്ള അഗ്നിയാണ് ഉദാഹരണമായിട്ടെടുക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ആ തീപ്പൊരികൾ, അതും ആ അഗ്നിയുടെ സ്വഭാവത്തോടുകൂടിയായിരിക്കുന്നു. ഉഷ്ണവും പ്രകാശവും ആ രൂപത്തിലായിരിക്കുന്നു. ഇവിടെ ജഡ ചൈതന്യം എന്നുള്ള ഭേദം ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. പ്രകാശം മാത്രം എടുക്കുക. പ്രകാശത്തിൽ നിന്ന് പ്രകാശം. ഈ ജഗത്തിന് അങ്ങനെ ഉണ്ടാൽ മതി. സത്തിലെ സത്ത്, ചിത്തിലെ ചിത്ത്, ആനന്ദത്തിലെ ആനന്ദം, ആനന്ദ തടസ്സം. അതാണ് ഈ ജഗത്ത്. അതിനുവേണ്ടി അഗ്നിയുടെ ഉദാഹരണം. എന്നാലും ഒരു സൃഷ്ടി അതങ്ങനെ സംഭവിച്ചു. എന്തുകൊണ്ട് ആ അഗ്നിയിൽ പൊട്ടിത്തെറിയുണ്ടായി? എന്തുകൊണ്ട് ആ അഗ്നിയിൽ നിന്നും തീപ്പൊരികൾ നാനാഭാഗത്തേക്കും പോയി? അതുപോലെ ഈ സത്ത് നാനാരൂപത്തിലായി. തന്റെ രൂപത്തെ വിടാതെ തന്നെ, തന്റെ ഉഷ്ണപ്രകാശങ്ങളെ ഉപേക്ഷിക്കാതെ തന്നെ അഗ്നി നാനാരൂപത്തെ പ്രാപിച്ചതുപോലെ തന്റെ സച്ചിദാനന്ദ രൂപത്തെ വെടിയാതെ തന്നെ ആ സത്ത് ഈ പ്രപഞ്ചാകാര രൂപത്തിൽ ഭാസിക്കുന്നു. ആ സത്ത് പ്രപഞ്ചാകാര രൂപത്തിൽ പ്രതീതമാകുന്നു. അങ്ങനെ പ്രതീതമാകുന്നത് കൊണ്ട് ഒരിക്കലും അത് അതിന്റെ സ്വരൂപത്തെ കൈവിടുന്നില്ല.
അഗ്നി തീപ്പൊരിയാകുന്നതുകൊണ്ട് ഒരിക്കലും അതിന്റെ ഉഷ്ണപ്രകാശങ്ങളെ കൈവിടുന്നില്ല. ആ സത്ത് ഈ പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് അതിന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ കൈവിടുന്നില്ല. ഇത് ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെ. അവിടെ ചിത്ത്, ജഡം, അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് ജഡം, അങ്ങനെ ഉള്ള സംഭവങ്ങളും പരിണാമങ്ങളും ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതാണ് പറയുന്നത്, ഈ മൂന്ന് കാലത്തും ഏകനായ തുര്യൻ. ജാഗ്രതത്തിന് മുമ്പ് ആ തുര്യൻ തന്നെ, ജാഗ്രതത്തിന് ശേഷവും ആ തുര്യൻ തന്നെ. ജാഗ്രതത്തിന് മുമ്പ് അത് ചിത്സ്വരൂപനായിരുന്നു, ജാഗ്രതത്തിന് ശേഷവും ചിത്സ്വരൂപം തന്നെ. അവിടെ ഈ അനുഭവിക്കുന്ന ജഡം അതെല്ലാം ആ ചിത്ത് തന്നെയാണ്. ചിത്തിൽ നിന്ന് വേറിട്ടൊരു ജഡം അവിടെ ആരും അനുഭവിക്കുന്നില്ല. ഭോക്താവും ഭോഗ്യവും ഭുക്തിയുമായി പിരിഞ്ഞിരിക്കുന്നത് ആ ഒരേ ഒരു ചിത്തം തന്നെ, തുര്യൻ തന്നെ. അതാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. തഥാ ഇമോ ദൃഷ്ടാന്തവും, അത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞത്. കാരകഭേദാവയഭേവി പ്രവൃത്തി ദർശി, അതും ദുർഗുണത്തിൽ എങ്ങനെ പ്രവൃത്തി ഉണ്ടാവും? ഒന്നുകിൽ അവിടെ ഒരു ഈശ്വരൻ വേണ്ടേ, അല്ലെങ്കിൽ ഒരു ജീവൻ വേണ്ടേ, അല്ല എങ്ങനെ പ്രവൃത്തി? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നിൽ നിന്ന് തന്നെ പ്രവൃത്തി ഉണ്ടാവും. അതിനാണ് ഈ രണ്ട് ഉദാഹരണം പറഞ്ഞത്. ചലന്തി വലയം നെയ്യുന്നതിന് ആരുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഇതുവരെ അത് ആരോടും പറഞ്ഞിട്ടില്ല. സ്വയം തന്നെ. കുലാലന് പാത്രത്തിൽ ഉണ്ടാകണമെങ്കിൽ പുറത്തു പോയി മണ്ണിടത്ത് കുഴച്ച് ശരിയാകും. ഇവിടെ ചലന്തിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. തന്റെ മണ്ണ് താൻ തന്നെയാണ്. തന്നിൽ നിന്നെയാണ് എല്ലാത്തിനെയും എടുക്കുന്നത്. തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരൻ വേണ്ട. ഇനി ഈശ്വരനെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അതാ നിർഗുണ പരബ്രഹ്മം തന്നെയാണ് ഈശ്വരനായിരിക്കുന്നത്, വേറിട്ടൊന്നല്ല. ഇപ്പൊ സൃഷ്ടിയിൽ ഈശ്വരനെ അംഗീകരിക്കുന്നിടത്തെല്ലാം അവിടെ ആ തത്വം തന്നെയാണ് ഈശ്വരനായിരിക്കുന്നത്. നിർഗുണം സഗുണമെന്ന് രണ്ട് രീതിയിലല്ല. ഗീതയെക്കുറിച്ചുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞാണ്. ഇവിടെ രണ്ടില്ല, നിർഗുണമെന്ന് സഗുണമെന്ന് രണ്ടില്ല. ഉണ്ടാകാനൊരു വഴിയില്ല. ഇതെല്ലാം ചിലർ ചോദിക്കും, നമ്മുടെ ബുദ്ധിയുടെ ഒരു വിലാസമല്ല ഈ പറയുന്നതല്ല. അല്ല, നമ്മുടെ ബുദ്ധിയുടെ വിലാസമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാനാത്വം. അത് നമ്മുടെ ബുദ്ധിയുടെ വിലാസമാണ്. ഈ പറയുന്ന ഏകത്വബോധം എന്ന് പറയുന്നത് ഈ ബുദ്ധിയുടെ വിലാസമല്ല, മറിച്ച് ഈ സത്തിന്റെ വിലാസമാണ്. ഈ സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ വിലാസമാണ് ഈ ബോധം. അത് കേവലം ജീവന്റെ അല്പബുദ്ധിയുടെ തോന്നലുകളല്ല. ഇത് രണ്ടാണ്. അതുകൊണ്ട് പറയുന്നു കാരകഭേദ, അവിടെ ഭേദമില്ല. സഗുണ നിർഗുണ ഭേദങ്ങളില്ല. ഏകമായ ആ സത്തിന്റെ തന്നെ പ്രകാശമാണ്. ഭൂതാകീടം മറ്റൊന്നിനെയും ആശ്രയിക്കാതെ
തന്റെ സൃഷ്ടി നടത്തുന്നത് പോലെ നിസ്സാരമായൊരു പീഠത്തിന് കാരകാന്തര അപേക്ഷ കൂടാതെ മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഇങ്ങനെ ഒരു സൃഷ്ടി നടത്താമെന്നാണ്. നിർഗുണനായിരിക്കുന്ന ഈശ്വരന് എന്തുകൊണ്ട് ഇങ്ങനൊരു സൃഷ്ടി നടത്തിക്കുന്നു? കാരകാന്തരാപേക്ഷ. ആ നിർഗുണത്തെ സൃഷ്ടി നടത്തുമ്പോൾ നമ്മൾ പറയും സഗുണമാണ്. അതിനെ സൃഷ്ടി നടത്തുമ്പോൾ പറയും ഈശ്വരനാണ്. അല്ല അതിൽ നിന്ന് വേറിട്ടൊരു ഈശ്വരൻ അതില്ല. അതാ സൃഷ്ടിയുടെ രൂപത്തിലൊരു പറയും പ്രപഞ്ചം. ആ സൃഷ്ടി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ജീവൻ. ഇവിടെയെങ്ങും പരമാർത്ഥത്തിൽ യാതൊരു ഭേദവുമില്ല എന്നുള്ള ബോധം അതാ ചിത്തിന്റെ തന്നെ ബോധമാണ്. അതാ ചിത്തിന്റെ തന്നെ സ്ഫുരണമാണ്, സച്ചിദാനന്ദത്തിന്റെ സ്ഫുരണമാണ്. ഏകത്വബോധം, ഏകത്വസ്ഫുരണം. കാരകഭേദാഭാവേവി, ആ കാരകഭേദം ഇല്ലെങ്കിലും പ്രവൃത്തം ദർശേത പ്രാക്പ്രവൃത്തേശ്ച സ്വഭാവത ഏകത്വമേവ ഏവമേവ അസ്മാദാത്മനോ വിജ്ഞാനമയസ്യ പ്രാക്പ്രതിബോധാത് യസ്വരൂപം തസ്മാത് ഇത്യർത്ഥഃ. ശരി.